ഇരിക്കേണ്ട രാമനല്ല എന്ന് പറഞ്ഞത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ്. അതെന്റെ ഇന്ത്യക്കാരൻ വായിക്കാത്തത്? അത് പറഞ്ഞത് കൊണ്ടാ ഗോഡ്സെ വെടിവെച്ചു കൊല്ല ഒരു കാരണം. ഇന്നിപ്പോ മരിച്ച ഗാന്ധിയേക്കാൾ ഇന്ത്യക്കാരൻ ആരാധിക്കുന്നത് ഗോഡ്സെയാണ്. എന്തൊരു ദുരന്തമാണ് ഈ നാട്ടിൽ. ഇത് ചിന്തയുടെ ജീർണതയല്ലേ? ഇത് അംബേദ്കർ ചിന്തകളുടെ ഏറ്റവും വലിയ തമസ്കരണമല്ലേ? അംബേദ്കർ പറയുന്നുണ്ട് ഈ സർവചരാചരങ്ങളെയും സ്നേഹിച്ച രാമനെ കുറിച്ച്. അതേ അംബേദ്കർ രാമന്റെ ക്രൂരതയെ കുറിച്ചും പറയുന്നുണ്ട്. വാത്മീകി അടക്കം പറഞ്ഞു അവസാനം. അത് അംബേദ്കർ മാത്രമല്ല, അംബേദ്കർ അത് പഠിച്ചത് വാത്മീകിയിൽ നിന്നാണ്. അധികാരത്തിന്റെ കോട്ടകൊത്തളങ്ങളിൽ നിന്നുകൊണ്ട് സിംഹാസനത്തിലിരിക്കുന്ന ചക്രവർത്തിയുടെ മുഖത്ത് നോക്കി, ചക്രവർത്തിയെ നാണമില്ലേ? നിങ്ങളെ മര്യാദാ പുരുഷോത്തമൻ എന്ന് എങ്ങനെയാണ് ലോകം വിളിക്കുന്നത്? ഭാര്യയെ 3 തവണ ഉപേക്ഷിച്ച മനുഷ്യ, നിങ്ങളെ എനിക്ക് പുച്ഛമാണ് എന്ന് പറഞ്ഞ ആളുടെ പേരെന്താ? സഹോദരിമാരാണ് അത് കേൾക്കേണ്ടത്. ആരുടെ പേരെന്താ? സീത. വാത്മീകി സീതയെ കൊണ്ട് പ്രസംഗിപ്പിക്കുക രാമായണത്തിന്റെ അവസാന രംഗത്ത്. അധികാരത്തിന്റെ ചക്രവർത്തിയുടെ മുഖത്ത് നോക്കി ചൂണ്ടുവിരൽ ഉയർത്തി സീത നടത്തുന്ന പ്രസംഗമാണിത് പറഞ്ഞത്. മനുഷ്യ, നിങ്ങൾക്ക് നാണമില്ലേ എന്നെ 3 തവണ ഉപേക്ഷിക്കാൻ? നിങ്ങൾ എന്ത് മര്യാദാ പുരുഷോത്തമനെന്ന് വാത്മീകി സീതയെ കൊണ്ട് പറയിപ്പിക്കുക. എന്നിട്ട് ആ വാത്മീകി പറയുന്നത്, രാമാ, നിനക്കിപ്പോഴും ഇവിടെ മനസ്സിലായില്ല അല്ലേ? എന്റെ തപശക്തി ഉപയോഗിച്ച് ഞാൻ പറയുന്നു, നിന്നേക്കാൾ പതിവ്രതയാണ് സീത. ഇന്ന് മുതൽ രാമായണം സീതായനമാണ്. അതാണ് അംബേദ്കറും പറഞ്ഞത്. RSS ആ രാമനെ കാണില്ല. RSS രാമായണം വായിച്ചിട്ടുമില്ല. വെറുതെ രാമായണം വായിക്കാണ്ട് രാമന്റെ അമ്പലം ഉണ്ടായിട്ട് എന്താ കാര്യം? അമ്പലം ഉണ്ടാവണമെന്നും കമ്മ്യൂണിസ്റ്റുകാരെതിരല്ല. എത്ര വേണമെങ്കിലും അമ്പലം ഉണ്ടായി. ഇപ്പോഴാണെങ്കിൽ ഓരോ പഞ്ചായത്തിൽ ഓരോ വാർഡിലും 3 അമ്പലം 3 പള്ളി. കേരളത്തിലടക്കം അങ്ങനത്തെ സ്ഥിതിയിലാണ് കേരളം നിൽക്കുന്നത്. ഓരോ വാർഡിലും 2 അമ്പലവും 2 പള്ളി. എന്തൊക്കെയാണുള്ളത് ആർക്കാർക്ക് തന്നെ അറിയില്ല. ചിന്തകളെ ജീർണിപ്പിക്കുക എല്ലായിടത്തും. ദൈവം ഇതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. വിവേകാനന്ദ സ്വാമി ലോകം മുഴുവൻ സഞ്ചരിക്കുമ്പോൾ വിവേകാനന്ദൻ പാടുന്നൊരു ശ്ലോകമുണ്ട്. ആകാശം പതിതം തോയം സാഗരം പ്രതി ഗച്ഛതി, സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി. വേദമന്ത്രമാണത്. ആകാശത്ത് നിന്ന് പതിക്കുന്ന വെള്ളം ഭൂമിയിൽ പതിച്ച് ഒഴുകി ഒഴുകി സാഗരത്തിൽ സമന്വയിക്കുന്നത് പോലെ ഏതു ദേവനെ ആരാധിച്ചാലും അത് അവസാനം ഒന്നിലാണെത്തുക. അത് നീയാകുന്നു, തത്വമസി. ഇതെന്റെ RSS ചെല്ലാത്തത്? തത്വമസി പറഞ്ഞു ഈ നാട്ടിലെ ചാന്ദ്യോഗ്യോപനിഷത്ത് എന്ന ഉപനിഷത്ത്. ആ ശ്ലോകമാണ് വിവേകാനന്ദൻ പാടി നടന്നത്. എല്ലാം ഒന്ന് തന്നെ, എല്ലാം ഒന്ന് തന്നെ. അതാണ് മഹാത്മാഗാന്ധി പാടിയത്. അവരെയൊന്നും ഈ രാജ്യത്തിന് വേണ്ട. വിവേകാനന്ദനെ ആകെ ഇവർ സ്വീകരിക്കുന്ന വിവേകാനന്ദൻ കാവ്യവസ്ത്രം എടുത്തോണ്ട. കാവ്യവസ്ത്രം ധരിച്ച വിവേകാനന്ദന്റെ ഫോട്ടോ വെക്കും. അല്ലാണ്ട് വിവേകാനന്ദ സൂക്തങ്ങളൊന്നും ഇവർ പറയില്ല. എത്രമാത്രം ചരിത്രത്തിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. അംബേദ്കർ ഈ രാഷ്ട്രത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ നിഷ്കാസിതനാകാൻ കാരണം ഈ ബ്രാഹ്മണ മതത്തിന്റെ മേധാവിത്വമാണ്. അതിനെതിരായിട്ടാണ് അംബേദ്കർ വാളോങ്ങിയത്. ഞാൻ എന്റെ തൂലിക ചലിപ്പിച്ചുകൊണ്ടിരിക്കും, എന്റെ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കും. ബ്രാഹ്മണിസം ഇന്ത്യയിൽ നശിക്കാതെ ഇന്ത്യ രക്ഷപ്പെടുകയില്ല എന്ന് ഈ പുരോഹിതന്മാരുടെ മുഖത്ത് നോക്കി, പണ്ഡിറ്റ് നെഹ്റുവിന്റെ മുഖത്ത് നോക്കിയിട്ട് എത്രയോ തവണ പ്രസംഗിച്ചിട്ടുള്ള ആളാണ് ബാബാ സാഹിബ് അംബേദ്കർ. ആ ബ്രാഹ്മണിസം ഇന്ത്യയിലും ഇപ്പോഴും സമഗ്രാധിപത്യം ചെലുത്തുന്നു. കേരളത്തിൽ അതിന്റെ തീഷ്ണത നമുക്ക് അനുഭവപ്പെടുന്നില്ലെങ്കിൽ പഞ്ചാബിലും UP-യിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും ഒക്കെ പോയാൽ ഈ സവർണർ നടക്കുന്ന വഴികളിലൂടെ ഇപ്പോഴും പിന്നോക്ക ദളിത് ആദിവാസി വിഭാഗത്തിന് നടക്കാൻ പറ്റില്ല. ഗവൺമെന്റ് ഓഫീസുകളിൽ പോലും ബ്രാഹ്മണർക്ക് ഒരു കസേര, ക്ഷത്രിയർക്ക് വേറെ, വൈശ്യർക്ക് വേറെ, ശൂദ്രർക്ക് വേറെയല്ല. ഡൽഹി പട്ടണത്തിലടക്കം ഒന്ന് ചെന്ന് നോക്കിയാൽ കാണാം. ജാതി പറയുന്നില്ലേ ഓഫീസുകളിൽ? മതം പറയുന്നില്ലേ ഓഫീസുകളിൽ? അലഹബാദ് പട്ടണത്തിലൊന്ന് പോയി നോക്കൂ. ഇപ്പൊ പോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലോ. ഇവിടുന്ന് വിമാനം കയറി 1 മണിക്കൂറുണ്ട് അലഹബാദിലെത്താം. അലഹബാദ് പട്ടണത്തിൽ ഇവിടെയാണ് ഹിന്ദു സഹോദരന്മാര് താമസിക്കുന്നതെങ്കിൽ മുസ്ലിം സഹോദരന്മാര് താമസിക്കുന്നത് 25 കിലോമീറ്റർ അപ്പുറത്താണ്. ഇപ്പുറത്ത് വന്ന് താമസിക്കാൻ പാടില്ല. അലഹബാദിൽ, ലക്നൌവിൽ, നാഗ്പൂരിൽ, ഗ്വാളിയറിൽ, ഭോപ്പാലിൽ ഒന്ന് ചെന്ന് നോക്കൂ. ഇതാണ് RSS സൃഷ്ടിച്ച ഇന്ത്യ. ഇത് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരാണ് എല്ലാവരും. കോൺഗ്രസ്സുകാർ പിന്നെ ഇത് പറയാനായിട്ട് കുറെ കാലം. അവർക്ക് ഇവിടെ കേരളത്തിൽ ആരാ മുഖ്യമന്ത്രിയാവണം എന്നുള്ള ചർച്ചയുള്ളൂ. ഇന്ത്യൻ രാഷ്ട്രീയം ഒന്നും അവർ പറയില്ല. ഈ രാഷ്ട്രത്തിൽ നടക്കുന്ന സംഭവവികാസങ്ങളെയും കുറിച്ച് അവർ പറയില്ല.
കോൺഗ്രസ് പണ്ഡിറ്റ് നെഹ്റുവിന്റെ കാലഘട്ടത്തിന് ശേഷം ഒരു പരിധി വരെ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിന് ശേഷം ഈ മൂലധന ശക്തികൾക്ക് ഏറ്റവും വലിയ പിന്തുണ നൽകിയതിന്റെ പരിണിത ഫലമാണ് RSS അധികാരത്തിൽ വരാൻ കാരണം. മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ നടന്ന, അദ്ദേഹം അറിയാതെ നടന്ന ഭീകരമായ അഴിമതികളും ഏറ്റവും വലിയ കുംഭകോണങ്ങളുമാണ് ജനങ്ങളുടെ മനസ്സിൽ കോൺഗ്രസിനെ വെറുപ്പിച്ചുകൊണ്ട് സംഘപരിവാറിനെ അധികാരത്തിലേറ്റിയത് എന്നുള്ളത് യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ആ കോൺഗ്രസ് ദേശീയമായ പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോൾ മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്നു. RSS കഠിന ഹിന്ദു സമീപനം സ്വീകരിക്കുന്നു. അംബേദ്കർ അപ്പോഴും പറഞ്ഞു, ഈ ചില ആൾക്കാരുണ്ട് ഈ നാട്ടിൽ, അംബേദ്കർ എഴുതി വെച്ച വാചക, അവരുടെ സങ്കല്പത്തിൽ മൃദു ഹിന്ദു സമീപനം സ്വീകരിച്ചാൽ അത് വലിയ കുഴപ്പമില്ല, കഠിനക്കാർ മാത്രമേ കുഴപ്പക്കാരുള്ളൂ. അംബേദ്കർ പറഞ്ഞു അത് തെറ്റാണ്, മൃദുവും തെറ്റാണ്, കഠിനവും തെറ്റാണ്. ഹിന്ദുത്വത്തിന്റെ അനാചാരങ്ങളെ എപ്പോൾ കാണുന്നുവോ അപ്പൊ എതിർക്കണം, ഏത് മതത്തിന്റെ അനാചാരങ്ങളെയും എതിർക്കണമെന്ന് പറഞ്ഞ ആളാണ് ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ. അതുകൊണ്ട് അമിത്ഷാ പാർലമെന്റിൽ 1.5 മാസം മുമ്പ് പറഞ്ഞ് അംബേദ്കർ 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 പേടിയാണ് അംബേദ്കർ എന്നുള്ള പേര് കേട്ടാണ്. അതെന്നെ വിഷയം. അംബേദ്കറെ മാതിരി ജനങ്ങളെ സ്വാധീനിച്ചൊരു നേതാവ് ഗാന്ധിക്ക് ശേഷം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. അദ്ദേഹം വളരെ നേരത്തെ മരിച്ചുപോയി. അങ്ങനെ ഏത് രംഗത്തും സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക, സാമ്പത്തിക രംഗത്തൊക്കെ ഇടപെട്ട ആളാണ് ഡോക്ടർ അംബേദ്കർ. കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ പ്രബന്ധത്തിന് പുറമെ വേറൊരു പ്രബന്ധം അദ്ദേഹം എഴുതി. മഹാരാഷ്ട്രയിലെ വിവിധ ജാതി മത വിഭാഗങ്ങളുടെ സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ അവിടുത്തെ ബ്രാഹ്മണ സഭ അദ്ദേഹത്തിനെ ക്ഷണിച്ചു. അവതരിപ്പിക്കാനുള്ള പ്രബന്ധം മുൻകൂട്ടി അയച്ചു കൊടുക്കണം. ആ പ്രബന്ധത്തിന്റെ പേരായിരുന്നു അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്, ജാതിയുടെ ഉന്മൂലനം. അത് സംഘാടകർ അത് വായിച്ച് തിരിച്ചയച്ചു. ഈ പ്രബന്ധം ഇവിടെ അവതരിപ്പിക്കാൻ പറ്റില്ല, അതില്ലാതെ വേറെ വല്ല ഭാഗങ്ങളും ഉയർത്തുകയാണെങ്കിൽ പ്രബന്ധം അവതരിപ്പിച്ചോളൂ. അതിന് എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞു അംബേദ്കർ. ഇവിടെ വലിയ നടന്മാരും മാപ്പെഴുതി കൊടുക്കുക, അവിടെ പറഞ്ഞു എനിക്ക് കിട്ടാൻ സൗകര്യമില്ല. അതായിരുന്നു അംബേദ്കർ. ആ പ്രബന്ധം അവതരിപ്പിക്കാതെ അംബേദ്കർ മടങ്ങി സ്വന്തം കാശ് ചെലവാക്കിക്കൊണ്ട് പുസ്തകമാക്കി പ്രസിദ്ധീകരിച്ചു. ഇന്ത്യയിൽ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്. വായിക്കണം ഓരോ ഇന്ത്യക്കാരനും അത്. ജാതിയുടെ ഉന്മൂലനം എന്നുള്ള വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥം. ചെറിയൊരു പുസ്തകമാണ്, പിന്നെ ഇപ്പം അത് വലുതാക്കി കുറെ അതിനോടുള്ള ഉപഘടകങ്ങളൊക്കെ ചേർത്തുകൊണ്ട് ജാതി എങ്ങനെ ഉന്മൂലനം ചെയ്യണമെന്ന് അംബേദ്കർ കൃത്യമായ പുസ്തകത്തിൽ പറഞ്ഞു. അതിന്റെ കാരണക്കാരാണ് ജാതിയുടെ, എങ്ങനെ ജാതി പടരുന്നു. അന്നും അംബേദ്കർ പറഞ്ഞു ഈ ബ്രാഹ്മണ്യമാണ് ഇന്ത്യയുടെ ശാപം. ആ ബ്രാഹ്മണ്യവും മൂലധന ശക്തികളും കൂടിയുള്ള സൗഹാർദ്ദം ഇന്ത്യയിൽ ഫാസിസത്തിനെ സൃഷ്ടിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട നെഹ്റു സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. ഇന്നിപ്പോ അതല്ലേ നടക്കുന്നത്. മുസോളിനി അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ എഴുതി വെക്കുന്നുണ്ട്, മതമൗലികവാദികളും മൂലധന ശക്തികളും കൂടി സമ്മേളിക്കുമ്പോൾ, ആ സമ്മേളനത്തിന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരു കേന്ദ്ര ഭരണകൂടം ഉണ്ടാകുമ്പോൾ അതിനെയാണ് ഫാസിസം എന്ന് വിളിക്കേണ്ടത് എന്ന് ആധുനിക ലോകത്തിലെ ഫാസിസ്റ്റായ മുസോളിനി ആത്മകഥയിൽ എഴുതി വെച്ചതാണ്. അതാണ് ഇപ്പം ഇന്ത്യയിലും അമേരിക്കയിലും റഷ്യയിലും തുർക്കിയിലും ബ്രസീലിലും ഒക്കെ ഇസ്രായേലിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. മൂലധന ശക്തികളും മതമൗലികവാദികളുടെ സമ്മേളനത്തിൽ ഭരണകൂടം ഒത്താശ ചെയ്യുന്നു. അതല്ലേ മോഡി മിണ്ടാത്തത് 700 കർഷകർ മരിച്ചപ്പോൾ, അതല്ലേ മോഡി മിണ്ടാത്തത് ഗുജറാത്ത് കലാപം നടന്നപ്പോൾ, അതല്ലേ മോഡി മിണ്ടാത്തത് 2 കൊല്ലമായി മണിപ്പൂർ കലാപം നടന്നുകൊണ്ടിരിക്കുമ്പോൾ. ഒരക്ഷരം ഉണ്ടെന്നില്ലല്ലോ. അതിന് മൂലധന ശക്തികളുടെ രാഷ്ട്രീയം എന്നാണ് പറയുക. അതിന്റെ ആധുനിക ലോക തത്വചിന്തകന്മാർ, ഇഷേൽ മേംബെ എന്ന് പറയുന്ന ഒരു എത്യോപ്യൻ ചിന്തകൻ, 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഇറ്റാലിയൻ ചിന്തകൻ മൈക്കൽ ഫൂക്കോ, ഇവരൊക്കെ വിളിച്ചൊരു പേരാണ് മൃത്യുരാഷ്ട്രീയം, നിക്രോപൊളിറ്റിക്സ്. മൂലധന ശക്തികളുടെ രാഷ്ട്രീയത്തിന്റെ പേരാണ് നിക്രോപൊളിറ്റിക്സ്. മരണം കണ്ടു ചിരിക്കുന്നവർ. ഇന്ന് മരണം കണ്ടു ചിരിക്കുന്ന ഭരണാധിപന്മാരാ ലോകത്തിലെ മിക്ക രാഷ്ട്രങ്ങളിലും അധികാരത്തിലുള്ളത്. 2-3 ലക്ഷം കുഞ്ഞുങ്ങൾ മരിച്ചു വീണും ആൾക്കാരും കുഞ്ഞുങ്ങളുമായിട്ട് പലസ്തീനിൽ. ലോകം മിണ്ടുന്നില്ല, കരയുന്നില്ല. ഈ പ്രദേശത്തെ ഏതെങ്കിലും ഒരു മനുഷ്യൻ, ഇവിടുത്തെ ഏത് വിഭാഗത്തിൽ ജനപ്പെട്ട ജനങ്ങളും ഒരു തുള്ളി കണ്ണുനീര് പൊഴിച്ചോ? ഈ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ 2000 പേരെ കൊന്നു നെത്യാനെഹു. ഒരു തുള്ളി കണ്ണുനീര് ഒഴിഞ്ഞു വന്നു കണ്ണിൽ നിന്ന്. ഇതാണ് ഫാസിസത്തിന്റെ വിജയം. എന്നിട്ട് ആ നെത്യാനെഹുവിന്റെ കൂട്ടുകാരനാണ് നരേന്ദ്രമോദി. മണിപ്പൂരിൽ 2000 പേരുടെ ശവങ്ങൾ അവിടെ കുന്നുകൂടി കിടന്നു. ഇന്ത്യക്കാരൻ അനങ്ങിയോ? ശബ്ദിക്കുന്നില്ല.
ആകെ കുറച്ച് ഇടതുപക്ഷ നേതാക്കന്മാരും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഒരു പ്രാവശ്യം പോയി. ഇടതുപക്ഷ നേതാക്കന്മാർ അന്ന് സീതാറാം യെച്ചൂരിയും ഡി രാജയും ബൃന്ദാക്കാറാട്ടും ആനി രാജുവും ഒക്കെ അവിടെ പലതവണ പോയി അവരോടൊപ്പം ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു, ചില സമരങ്ങൾ നടത്തി എന്നല്ലാതെ ഇന്ത്യ ശബ്ദിക്കുന്നില്ല, പ്രതികരിക്കുന്നില്ല, നിസ്സംഗരായി നിൽക്കുകയാണ് ഈ പട്ടണത്തിലെ ആൾക്കാരടക്കം. പിന്നെ എങ്ങനെയാ ഫാസിസം വളരാതിരിക്കുക? ഗുരുദേവൻ ജനിച്ച നാട്ടിൽ പ്രതികരണമില്ല, അയ്യങ്കാളി ജനിച്ച നാട്ടിൽ പ്രതികരണമില്ല. ഗുരുദേവൻ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യനായ സഹോദരൻ അയ്യപ്പൻ 1 കിലോമീറ്റർ അപ്പുറത്തൊന്ന് പ്രസംഗിച്ചു, ജാതിയും വേണ്ട, മതവും വേണ്ട, ദൈവവും വേണ്ട. ഗുരു ഇതാ പറഞ്ഞത്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. 1 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ശിഷ്യൻ അപ്പം തന്നെ പ്രസംഗിച്ചു, ജാതിയും വേണ്ട, മതവും വേണ്ട, ദൈവവും വേണ്ട. വേറൊരു ശിഷ്യൻ കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞു ഗുരുദേവനോട്, അല്ല അയ്യപ്പൻ മാഷ് ഇങ്ങനെ പ്രസംഗിക്കുന്നുണ്ട് കേട്ടോ, അപകടമാവും. ഗുരുദേവന്റെ മറുപടി, അയ്യപ്പൻ പറഞ്ഞതും ശരിയാണ്. അത്ര ഉന്നത ചിന്തകളാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. ഇന്ന് സാമുദായിക നേതാക്കന്മാരെ കണ്ട മുട്ടുപറയ്ക്കും പലർക്കും. ഗാന്ധി ജനിച്ച നാട്ടിൽ അത് മനുഷ്യന്റെ ചിന്ത ജീർണിച്ചതിന്റെ പരിണിത ഫലമാണ്. സ്വാർത്ഥത മാത്രമാണ് ജീവിതത്തിലുള്ളത്, അധികാരപ്രമത്തതയാണ്. എനിക്കെന്ത് കിട്ടുമെന്നാണ് രാഷ്ട്രീയക്കാരന്റെ ചിന്ത, എനിക്കെന്ത് കിട്ടുമെന്നാണ് സാമൂഹിക പ്രവർത്തകന്റെ ചിന്ത. അതുകൊണ്ട് ഗാന്ധിക്കും അംബേദ്കറിനും വലിയ വിലയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് സംഘപരിവാർ ഇന്ത്യ കീഴടക്കും, ഫാസിസ്റ്റ് ആശയങ്ങൾ ഇന്ത്യ കീഴടക്കും. ചരിത്രത്തിനെ ധ്വംസിക്കുന്നവർ മൂന്നാമത് അവരുടെ വിജയം ആവർത്തിക്കാൻ. അംബേദ്കർ എഴുതി വെച്ചു, പണ്ട് നെഹ്റുവിനോടും ഈ മൗലാന ആസാദിനോടും പറയുന്നുണ്ട് അംബേദ്കർ, ഇന്ത്യൻ ഹിസ്റ്ററിയെ സത്യസന്ധമായി വസ്തുനിഷ്ഠമായി പറഞ്ഞുകൊണ്ടിരിക്കണം. നെഹ്റുവും അത് തന്നെയാണ് പറഞ്ഞത് അംബേദ്കറെ പോലെ. പക്ഷേ ആ ചരിത്രത്തിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് RSS ഇന്ത്യയിൽ സമഗ്രാധിപത്യം ചെലുത്തുന്നത്. 610 കൊല്ലം ഇന്ത്യ ഭരിച്ച രാജവംശമാണ് മുഗൾ രാജവംശം. ബാബർ ചക്രവർത്തി ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യ കീഴടക്കുന്നത് മുസ്ലിം ചക്രവർത്തിയായ ഇബ്രാഹിം ലോഡിയെ പരാജയപ്പെടുത്തിയിട്ടല്ല, അതല്ലാതെ ഹിന്ദു ചക്രവർത്തിയെ പരാജയപ്പെടുത്തിയിട്ടല്ല. 600 ചില്ലുവാനം കൊല്ലം മുഗളന്മാർ ഈ രാജ്യം ഭരിച്ചിട്ട് ഇവിടെ നിന്നും അവർ കട്ടുകൊണ്ടുപോയിട്ടില്ല. ഇന്ത്യയെ സമ്പൽ സമൃദ്ധമാക്കി, ഇന്ത്യയെ സമ്പുഷ്ടിയുടെ ഉദ്യാനമാക്കി മാറ്റി, സർവ്വമേഖലകളിലും വലിയ സമൃദ്ധി ഉണ്ടാക്കിയവർ. ബാബർ മരിക്കുന്നതിന് മുമ്പ് വിൽപത്രം എഴുതി വെച്ചു. ഹുമയൂണിനെ വിളിച്ചു, മകനെ, നീ ഭരിക്കാൻ പോകുന്നത് ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള രാജ്യമാണ്, അവരുടെ ആചാരങ്ങളെയും വിശ്വാസത്തിനെയും ബഹുമാനിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഭരിക്കണ്ട, മുഗളുടെ ഭരണം ഇവിടെ അവസാനിപ്പിച്ചേക്കൂ എന്ന് ഒസ്യത്ത് എഴുതി വെച്ച ആളാണ് ബാബർ ചക്രവർത്തി. എന്തേ സംഘപരിവാർ അത് പറയാത്തത് നാട്ടിനോട്? രേഖകളിലുണ്ടല്ലോ അത്. ബാബറുടെ പേരക്കുട്ടി അക്ബർ, മഹാനായ അക്ബർ ചക്രവർത്തി എന്ന് ചരിത്രം വിശേഷിപ്പിക്കുന്ന അക്ബർ ദ ഗ്രേറ്റ്. അക്ബറുടെ രാജസദസ്സിൽ പണ്ഡിത ശിരോമണികളാണ് എപ്പോഴും രാജപണ്ഡിതന്മാരായിട്ട് അണിനിരക്കുക. 12 മന്ത്രിമാരിൽ 8 പേര് ബ്രാഹ്മണന്മാരായിരുന്നു അക്ബറുടെ മന്ത്രിസഭയിൽ, 4 പേര് മുസൽമാൻ. അക്ബറുടെ സേനാനായകന്റെ പേര് രാജാ ടോഡർമാൽ, ക്ഷത്രിയനാണ്. അക്ബറുടെ പ്രധാനമന്ത്രി ബ്രാഹ്മണനാണ്. അല്ലാണ്ട് ഈ സംഘപരിവാർ പറയുന്നത് പോലെയല്ല, ഇതൊക്കെ രേഖകളിലുള്ളതാണ്. എന്നിട്ട് ആ മുഗളന്മാർ ഇവിടെ പഠിക്കാൻ പാടില്ല, മുഗളന്മാരെ കുറിച്ച് ഒരു അക്ഷരം പഠിപ്പിക്കരുത്, പല സർവകലാശാലകളിലും എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കേരളം വിട്ട പല സർവകലാശാലകളിലും അവരെ കുറിച്ച് പഠിപ്പിക്കുന്നില്ല. അക്ബറുടെ കാലഘട്ടത്തിൽ പണ്ഡിത സദസ്സിനോട് അക്ബർ പറയും, രാമായണം ജനിച്ച നാടാണിത്, വേദങ്ങൾ ജനിച്ച നാടാണിത്, ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കൂ. അബ്ദുൽ ഖാദർ ഭൂതയാനി എന്ന് പറയുന്ന മഹാപണ്ഡിതനാണ് രാമായണം പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത് ലോകത്തിന് ഈ ഗ്രന്ഥം പരിചയപ്പെടുത്തി കൊടുത്തത്. അബ്ദുൽ ഖാദർ നിസ്സീരി, അബ്ദുൽ ഖാദർ മൗലവി തുടങ്ങിയവർ വേദങ്ങൾ പരിഭാഷപ്പെടുത്തി പേർഷ്യൻ ഭാഷയിലേക്ക്. ഇങ്ങനെ ഗ്രന്ഥങ്ങൾ ലോകത്തിനുണ്ട് എന്നറിയുന്നത് അക്ബറുടെ പരിഭാഷ കാലഘട്ടത്തിലാണ്. അക്ബറുടെ പേരക്കുട്ടി ഷാജഹാൻ ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് ഷാജഹാന്റെ മകൻ